ഗുഡ് മോർണിംഗ്. പെട്ടി പാക്ക് ചെയ്യുന്ന പരിപാടിയാണ്, നമുക്ക് പോണ്ടേ? യെസ്, അങ്ങനെ ഫൈനലി ഇതേ വെക്കേഷൻ വന്നു. വെക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 30 കൂടി മിത്തുക്കുട്ടിയുടെ സ്കൂൾ അടച്ചു. ഒരു 10-15 ദിവസം നമുക്ക് ഒരു ലീവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഇപ്രാവശ്യം പോവാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് എങ്ങോട്ടാ എന്തെങ്കിലും ഗസ് ഉണ്ടോ? ഫൈനലി നമ്മൾ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന കുറേ കാലമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. വേറെ എവിടേക്കല്ല, ജപ്പാനിലേക്കാണ് നമ്മൾ പോണത്. ജപ്പാൻ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉള്ള മെയിൻ സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണ് ജപ്പാൻ കേട്ടോ. അപ്പം ഡ്രസ്സുകൾ ഓരോന്നായിട്ട് എടുത്ത് വെക്കട്ടെ. പോകുന്നത് നമ്മൾ നാളെയാണ്. ബാക്കി എല്ലാവരും പാക്കിങ് രംഷേട്ടൻ്റെ മിത്തുക്കുട്ടിയുടെ ഒക്കെ പാക്കിങ് കഴിഞ്ഞു. ഇതിൻ്റെ ഒന്നും ആയിട്ടില്ല. പക്ഷെ ഞാൻ ഓൾറെഡി ഇങ്ങനെ മുന്നേ ആയിട്ടൊക്കെ ഇങ്ങനെ ഒരു സ്ഥലത്ത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും പാക്കിങ് ആയിട്ടില്ല കേട്ടോ. അപ്പം ജപ്പാനിൽ സമ്മർ ആണെങ്കിലും അത്യാവശ്യം തണുപ്പായിരിക്കും. ഐ മീൻ ഒരു ലൈറ്റ് ജാക്കറ്റ് എന്തായാലും വേണ്ടി വരും എന്നാണ് പറയണത്. പക്ഷെ ഇപ്പോഴും അവിടെ 8 ഡിഗ്രി 10 ഡിഗ്രി ഒക്കെ ആണ്. അപ്പോൾ എന്തായാലും ഒരു ജാക്കറ്റും കൂടെ എടുത്ത് വെക്കേണ്ടി വരും. ഞാനാണെങ്കിൽ ഒക്കെ സമ്മർ ഡ്രസ്സാണ് കൊണ്ടുപോകണത്. എന്താകുമോ എന്തോ. നല്ല ഫോട്ടോസൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഭയങ്കര ജാക്കറ്റ് എപ്പോഴും അങ്ങനെ ജാക്കറ്റിൻ്റെ ഫോട്ടോസ് അല്ലേ നമ്മൾ എപ്പോഴാണ് കുറേ പോയപ്പോഴും അങ്ങനെയല്ല. അപ്പോൾ സമ്മർ ആകുമ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഇതുപോലെ ഞാൻ വെട്ടിയിട്ടില്ല. എത്രയോ കാലം മുന്നേ വാങ്ങിച്ചു വെച്ചത് കേട്ടോ. എല്ലാം അധികം ഓൺലൈനിലും ഇതിലുമായിട്ട് ഞാൻ ഇതിനു വേണ്ടി വാങ്ങിയതല്ല. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നല്ല ഭംഗിയില്ലേ. അയ്യോ എവിടെ പോയി? ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇപ്പം കാണിക്കുന്നില്ല. ഞാൻ എന്തായാലും ഷോർട്സ് പോലെ ഞാൻ വാങ്ങിച്ച ഡ്രസ്സുകൾ കാണിക്കാം. അങ്ങനെ പല സമയങ്ങളിലായിട്ട് വാങ്ങിച്ചു വെച്ച ഡ്രസ്സുകളാണ്. പക്ഷെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. എപ്പോഴെങ്കിലും ടൂർ പോകുമ്പോൾ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എടുത്തു വെച്ചതാണ്. അതിപ്പോൾ ഉപകാരമായി. അല്ലാതെ ജപ്പാനിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഷോപ്പിംഗ് നടത്തിയിട്ടില്ല കേട്ടോ. ഫൈനലി നമ്മൾ ഒരു 10-11 ഡേയ്സ്, അതായത് ഹോങ്കോങ് വഴിയാണ് നമ്മൾ പോകുന്നതും വരുമ്പോൾ നമ്മൾ ഹോങ്കോങ്ങിലും കൂടെ കറങ്ങുന്നുണ്ട്. സോ ജപ്പാനും ഹോങ്കോങ്ങും അങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്. യെസ്, അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് പെട്ടിയിലാക്കട്ടെ. അപ്പം നമുക്കിനി നാളെ കാണാം. യെസ്, അങ്ങനെ ഞങ്ങൾ ജപ്പാനിലേക്കുള്ള തയ്യാറെടുപ്പിലാണ് അല്ലേ? എല്ലാവരും റെഡിയായി പെട്ടിയൊക്കെ ആയിട്ട് നമ്മൾ പോവാണ്. നീ ബാക്കി വിശേഷങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ എങ്ങനെയാണ് പോണത്? നമ്മൾ ഇന്ന് രാത്രി, അതായത് രാവിലെ 1:40 നമുക്ക് ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ഹോങ്കോങ്ങിൽ ഒരു 5 hours ലേ ഓവർ ഉണ്ട് അല്ലേ? അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ജപ്പാൻ, അതായത് ഹോങ്കോങ് എയർപോർട്ട് ഒന്ന് ചുറ്റിക്കറങ്ങി നാളെ രാത്രി 8:45 ഹോങ്കോങ്ങിൽ അല്ല ജപ്പാനിലെത്തുക. അപ്പോൾ നമുക്ക് ബാക്കി പോകുന്ന വഴിയെ കാണാം. ഡൽഹി 11 മണി. വിശക്കുന്നില്ലേ? അയ്യോ വിശക്കുന്നുണ്ട്. എന്നിട്ട് പപ്പ ചോദിക്കാനേ ഒന്നൊരു കൊല്ലുള്ളൂ വേണ്ടപ്പോ വന്നിട്ട് ചാവാറ്. ഇപ്പൊ സമയം 12:45. ഞങ്ങൾ ലോഞ്ചിലായിരുന്നു ഇത്ര നേരം അല്ലേ? ലോഞ്ചിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ നേരം ഇരുന്ന് സിനിമയൊക്കെ കണ്ട് റിലാക്സ് ചെയ്ത്
ഇപ്പോൾ നമ്മളൊരു നമ്മുടെ ഗേറ്റിൻ്റെ അവിടേക്ക് പോവുകയാണ്. 1:40 ഫ്ലൈറ്റ്, പക്ഷെ ഇപ്പോൾ 2:20 ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും അവിടെ പോയിരിക്കാം. ഇനി ലോഞ്ചിലിരുന്ന് ഡെലുലു, ഞങ്ങൾ പുതിയ പേരിട്ടു ഡെലുലു. ആ ഹെയർ സ്റ്റൈലും കൂടെ വന്നപ്പോൾ ശരിക്കും ഈ ഹെയർ സ്റ്റൈലും കൂടെ ഒരാൾക്ക് ഇഷ്ടമായിട്ട് വീഡിയോ എടുക്ക് നിന്നോട്. മറ്റേത് വീഡിയോക്ക് വിളിച്ചാൽ വരില്ല. ഇപ്പം നോക്കിയേ വീഡിയോ എടുക്ക് ഹെയർ സ്റ്റൈല്. എനിക്ക് ആ മുടി അത്ര വെട്ടിയത് അത്ര ഇഷ്ടമൊന്നുമായില്ല. പക്ഷെ എത്ര ചന്തിയുടെ അത്ര മുടി ഉണ്ടായിരുന്ന ആളാ. ഇതുവരെ വെട്ടാൻ നിൽക്കായിരുന്നു. ഇവിടെ ഉള്ളത് ഇതത്രേ ഉള്ളൂ, ഇതുണ്ടോ ഇത്രേ ഉള്ളൂ. എന്നാ പിന്നെ അത് വല്ല വെട്ടലാണോ ഒന്നുമില്ല, ചുമ്മാ എന്തൊക്കെയോ വെട്ടി വെച്ചു. കൂട്ടത്തിൽ ഞാനൊന്ന് വെട്ടി. പക്ഷെ രസമുണ്ട് കേട്ടോ മിത്തുന്. ജപ്പാനിലൊക്കെ പോകുമ്പോൾ നീട്ടി വളർത്തിയിട്ട് എന്താ അല്ലേ. എന്നാലും എനിക്ക് മുടി ലൈഫിൽ വളരാത്തതുകൊണ്ട് എനിക്ക് നല്ല വളരുന്ന മുടി കാണുമ്പോൾ കൊതിയ. മിത്തുനാണെങ്കിൽ ചുരുണ്ട മുടി ഇഷ്ടം, എനിക്കാണെങ്കിൽ മിത്തുവിൻ്റെ മുടി ഇഷ്ടം. അങ്ങനെ എന്നും അടിയൊക്കെ അല്ലെങ്കിൽ കിട്ടാത്തതിലോടാണല്ലോ നമുക്ക് ആഗ്രഹം. ഞാൻ ജപ്പാനിൽ പോകുമ്പോൾ അങ്ങനെ ചോദിക്കും, നീ പൊതുവെ എപ്പോഴും അങ്ങനെയല്ലേ ഓരോരുത്തർ, അതായത് ഏത് സ്ഥലത്തേക്ക് പോകുമ്പോഴും ഫുൾ ടൈം ഫുഡ് ഓരോന്ന്. അപ്പോൾ ഞാൻ എപ്പോഴും ഫുഡായിരിക്കും, അപ്പോൾ എപ്പോഴും ഫോട്ടോഗ്രാഫി സ്ഥലങ്ങളായിരിക്കും. നീ എപ്പോഴും അത് ആ സ്ഥലത്തെ കൾച്ചർ, അതിനെ പറ്റിയിട്ട് ഹിസ്റ്ററി ഒക്കെയാണ് പഠിക്കും. ഓരോ ടൈപ്പ് ഓഫ് ആളുകൾ. ഉറക്കം വരും. സമയം 2:30. രാത്രി ഉറങ്ങുന്നില്ലേ? 2:45 പറഞ്ഞേ. सुरक्षित रूप से रखा जाए। No, we'll call it first. ഇപ്പോൾ സമയം 6:10. അപ്പോൾ നമ്മൾ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. ഞാൻ ദോശ ഇന്ത്യൻ ഫുഡാണ് വന്നത്, ഇതുകൂടി വെസ്റ്റേൺ ഫുഡാണ് വന്നത്. ഒരു ചായയോ കാപ്പിയോ കുടിച്ചു. ഉറക്കം വരുന്നുണ്ട്, പക്ഷെ എന്നാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉറങ്ങാം. രാത്രിക്ക് കഴിഞ്ഞ് കിടന്നു തുടങ്ങി. രാത്രി എണീറ്റു ബ്രേക്ക്ഫാസ്റ്റ് 3 hours. ഇത് ഹോങ്കോങ് ടൈമാകുമ്പോൾ 9:30 അല്ലേ അങ്ങോട്ട്. അങ്ങനെ ദേ ഹോങ്കോങ് എയർപോർട്ടിലെത്തി. 11 മണി സമയം. ഇനി ഇവിടുന്ന് 3:30 ഉള്ളൂ കേട്ടോ നമുക്ക് ഫ്ലൈറ്റ്. അപ്പോൾ അതുവരെ നമുക്കിവിടെ കറങ്ങാം. നമ്മളൊന്ന് പോയി ഫ്രഷായി, വാഷ്റൂമിലൊക്കെ പോയി ബ്രഷൊക്കെ ചെയ്തു, ഒന്ന് ഫ്രഷായി. നല്ല ശാന്തമായ എയർപോർട്ട് അല്ലേ. രംഷേട്ട് ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ, ചൈനയിൽ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ എന്താ അവിടെ കുറേ നടക്കാനുണ്ടോ? ഹോങ്കോങ് എയർപോർട്ട് വലിയ എയർപോർട്ടാണെന്ന് പറയുന്നത്. ഇവിടെ നടന്ന് വരുമ്പോൾ തന്നെ 3.5 മണിക്കൂർ പോയിക്കോളും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫുഡ് കഴിക്കാൻ ലോഞ്ചിൽ പോവാം. പക്ഷെ വിശക്കണില്ലേ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നല്ലേ ഉള്ളൂ. രംഷേട്ട് പറയുന്നുണ്ട് ഭയങ്കര കഷ്ടമാണ് ലോഞ്ച്, കാരണം ഫുഡ് നമുക്ക് ഇഷ്ടാവില്ല. ഒക്കെ ആ ഒരു സ്മെല്ലും ചൈനയുടെ ചൈനയില്ലേ, അപ്പോൾ ചൈനയുടെ നമ്മുടെ ടൈപ്പ് ഫുഡുകളൊന്നും അധികം ഉണ്ടാവില്ല. കോണ്ടിനെന്റലും ഇല്ല. ഞാൻ ഒന്ന് പോയ എക്സാം ചൈനീസ്, ഫുൾ പക്ക ചൈനീസ് ആയിരുന്നു. പക്ക ചൈനീസ് എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ കയറിയ വഴിക്കല്ലേ ഒരു മണം. രവിഷേട്ട് അതേ സ്പീഡിൽ ഓടി പോകുന്നു പറയുന്നുണ്ട്. ഇല്ല, ഞാൻ എന്തൊക്കെയോ കഴിച്ചു. അപ്പൊ നിനക്ക് ഇഷ്ടാവില്ല, കാരണം വെച്ചാൽ ഇപ്പൊ ഫ്ലൈറ്റിൽ ഡീസന്റ് ഫുഡായിരുന്നു. ഇനി കയറാൻ പോണ ഫ്ലൈറ്റിൽ നമുക്ക് ലഞ്ച് കിട്ടും. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി, ലഞ്ചും കിട്ടും. അപ്പൊ പക്ഷെ മിത്ത് വിശക്കുണ്ട് പറയുന്നുണ്ട്, അതുകൊണ്ട് ലോഞ്ച് പോകേണ്ടി വരും. അപ്പൊ എന്തെങ്കിലും കോഫി എന്തെങ്കിലും കുടിച്ചിരിക്കാൻ കുറച്ച്. അതെ, പക്ഷെ ഇവിടെ ആക്ച്വലി കറങ്ങാനുള്ള സമയമേ ഉള്ളൂ, 3 മണിക്കൂർ. എല്ലാവരും പറയുമല്ലോ, ഒന്ന് ഷാങ്കായിലും ഒന്ന് ഹോങ്കോങ്ങിലും എത്തിയാൽ നമുക്ക് ഫ്ലൈറ്റ് മിസ്സാവുമെന്ന്. കാരണം അത് ആ സ്ഥലത്തേക്ക് എത്താൻ തന്നെ അത്രയും
ട്രെയിൻ പിടിച്ച് പോകേണ്ട ദൂരമുണ്ട്, അത്രയും വലിയ എയർപോർട്ടാണ്. ഷോപ്പിംഗ് സംഭവങ്ങളൊക്കെ പക്ഷെ എന്തായാലും നമ്മൾ വരുമ്പോ നമുക്ക് ഇവിടെ നിൽക്കാൻ സമയമില്ലല്ലോ, നമ്മളൊരു ഓട്ടാവും കട്ടാവും. അപ്പൊ നമുക്ക് ഇപ്പൊ ചെയ്യാം. കട്ടല്ല, നമ്മൾ എന്തായാലും ഇവിടെ അധികം സമയം സ്പെൻഡ് ചെയ്യില്ലല്ലോ, നമ്മൾ പുറത്തല്ലേ ഉണ്ടാവും. ഞങ്ങൾ ആക്ച്വലി വരുമ്പോൾ ഹോങ്കോങ്ങും കൂടെ കറങ്ങുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ വരുമ്പോഴല്ലേ നമുക്ക് ഒരു കൺട്രിയും കൂടെ ഒന്ന് കറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ ഹോങ്കോങ്ങിൽ ഒന്ന് കറങ്ങിയിട്ടാണ് നമ്മൾ തിരിച്ചു വരുള്ളൂ. ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ടേ വരുള്ളൂ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇവിടെ കറങ്ങാൻ പറ്റില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഒന്ന് കറങ്ങിയാലോ. ഷോപ്പിംഗ് സാധനങ്ങൾ ജപ്പാനിൽ ഞാൻ കുറച്ച് ഷോപ്പിംഗ് കരുതി വെച്ചിട്ടുണ്ട്. ജപ്പാൻ ഫേമസ് ഫോർ ഷോപ്പിംഗ് ആണ്, അവരുടെ സ്കിൻ കെയർ. ഇവിടെ എന്താണ് അടിപൊളി അല്ലാത്ത അല്ലേ. അപ്പോൾ തൽക്കാലം ഹോങ്കോങ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. യെസ്, അത് ഫേമസ് ആയി തട്ടുകട ഫ്രാഞ്ചൈസി ആണ്. എന്താണോ സംഭവം? ഹോങ്കോങ് ഭാഷയിൽ എഴുതി വെച്ചോണ്ടൊന്നും മനസ്സിലാവില്ല. നല്ല ശബ്ദമില്ലായ്മ, ഭയങ്കര സൈലന്റ്. ഇത് ആദ്യമേ പറഞ്ഞിരിക്കണം, ഇത് ആദ്യമേ പറഞ്ഞിരിക്കണം. അമ്മ ജപ്പാനിൽ പോയ വായ തുറക്കരുത്, അവർക്ക് സൗണ്ട് കേൾക്കണത് അലർജിയാണ്. ഇത് കുറേ കൾച്ചർ പറയുന്നുണ്ട് ജപ്പാനിൽ, അതുപോലെ ചെയ്യണം, ഇതുപോലെ ചെയ്യണം. എന്താ കൈരയിലാ? എന്തായാലും കണക്കല്ലേ. അങ്ങനെ നമ്മൾ ഹോങ്കോങ്ങിലെ ഏത് ലോഞ്ചാ? പ്രീമിയം ലോഞ്ച്. മിത്തുകുട്ടി പറഞ്ഞിട്ട് പ്രീമിയം പ്ലാസ ലോഞ്ചിൽ കയറിയിരിക്കാനാണ്. ഇവിടെ ഞാൻ സത്യം പറയില്ല, എനിക്ക് വിശക്കണില്ല. ഞാൻ ബട്ടർ കുക്കീസും കുറച്ച് പീനട്ടും മാത്രം എടുത്ത്, ഇനി അവിടെ അങ്ങനത്തെ വല്ല കുഞ്ഞു ഐറ്റംസ് കുറേ ഷെയ്ക്കോ അങ്ങനെയൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അല്ലാതെ മറ്റേ സാധനങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല ആ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമാവുമോ എന്നുള്ളത്. പക്ഷെ കുറേ ഉണ്ട് കേട്ടോ, നോക്കി നോക്കണം. മിത്ത് എങ്ങനെയുണ്ട്? കഴിക്കുന്ന വെള്ളം എങ്ങനെയുണ്ട്? ആ വെള്ളം ഒരു വെള്ളം കാണാൻ വികാരം ഉണ്ടോ? ഇഷ്ടമായിട്ടില്ല. ഓരോ നാട്ടിൽ ചെന്നാൽ ഓരോ ടേസ്റ്റ് അല്ലേ. പക്ഷെ ടേസ്റ്റ് ഇല്ലാത്തതാണ്. അല്ലല്ല, നമുക്ക് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എന്നാലും അവരുടെ ഒരു ഇനി ജപ്പാന് പോയിട്ട് കഴിക്കാം. ഇവിടെ എന്താ വെച്ചാൽ ട്രാൻസ്ഫർ സംഭവമുണ്ട്, കുറേ ലോഞ്ച് ഉണ്ട്. അപ്പോൾ കുറേ ഇന്റർനാഷണൽ ഫ്ലൈസിനുള്ള അങ്ങനത്തെ ഫുഡ് കുറേ ഉണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അങ്ങോട്ട് മേപ്പോട്ട് കയറി കഴിഞ്ഞാൽ ചൈനയിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയൊക്കെ രസമാണ്. നമുക്ക് ബാക്കി ജപ്പാൻ ഇനി 2-2.5 മണിക്കൂർ കഴിയുമ്പോഴേക്കും ബോർഡ് ചെയ്യേണ്ടി വരും അല്ലേ. അധികം സമയമൊന്നുമില്ല, നമ്മൾ ഓൾറെഡി 1 hour ഒന്ന് ലേറ്റ് ആയില്ലോ അവിടുന്ന് ഫ്ലൈറ്റ് എടുക്കാൻ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടാണ് കട്ട് ആയിട്ട് കിട്ടിയാൽ നന്നായി. ഇതൊക്കെ ക്രോഷ്യ വർക്കാണ് ആക്ച്വലി. കണ്ടോ? ഹായ് ഡോണട്ട്. മിത്തു ഡോണട്ട് തിന്നാൻ പോകണ്ട. രണ്ട് സൈഡ് ഫുൾ ബേക്കറികളാണ്, ഫുൾ ഓഫ് കുക്കീസും കഴിക്കാനുള്ള ഒരു ലോഡ് വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ എന്താണെന്ന് പോലും അറിയാത്ത സാധനങ്ങളാണ് പകുതി. ആ കുക്കീസ് നല്ല ടേസ്റ്റ് ലിപ്റ്റൻ്റെ ഇഷ്ടംപോലെ ചായയുടെ ഇത് കാണുന്നുണ്ട്. കുറേ വെറൈറ്റി സാധനങ്ങൾ, പപ്പടം പോലത്തെയൊക്കെ കാണാറുണ്ട് കേട്ടോ. പുഴുവാണോ? പുഴുവിനെ ഉണക്കിപ്പൊടിച്ചതാണോ? ഇതെന്താ അറിയോ, ഇത് ഫിഷ് മോ പ്രിപ്പയർ ചെയ്യാനുള്ളതാണ്. അതായത് കുറേ നേരം ഓവർനൈറ്റൊക്കെ സോക്ക് ചെയ്ത് പ്രിപ്പയർ ചെയ്തിട്ടുള്ള സാധനമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ളതും കഴിക്കാനുള്ളതായിരിക്കും. അല്ല, ഇത് സ്കിൻ കെയറിനുള്ളതാണ്. അവർ ഇംഗ്ലീഷിൽ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും കേട്ടോ. ഇത് കഴിക്കാനുള്ളതല്ല, ഇത് സ്കിൻ കെയർ ആൻഡ് ബ്യൂട്ടി. ഇതാണോ ഇനി ഇവരുടെ ബ്യൂട്ടി രഹസ്യം?
മിത്തുക്കുട്ടീനെ ഗേറ്റിൻ്റെ അവിടേക്ക് ഞങ്ങളൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. മിത്തുവിന് വലിയ താല്പര്യമില്ല അങ്ങനെ കറങ്ങാൻ. ഇവിടെ ഇഷ്ടം പോലെ കറങ്ങാനുണ്ട് അല്ലേ. എത്ര ഗേറ്റാ? 550 600 ഗേറ്റ് ഉണ്ട്. സോ നമുക്കൊരു 10 മണിക്കൂറുണ്ടെങ്കിലും കറങ്ങാം. അത്രയും കറങ്ങാനുണ്ട്, ഇഷ്ടംപോലെ ഷോപ്സ് ഉണ്ട്. അപ്പം മിത്തുവിന് വേണ്ട പറഞ്ഞു. ഞങ്ങൾ ഇനിയൊരു 1 മണിക്കൂറും കൂടെ നമുക്ക് കറങ്ങാനുള്ള സമയമുണ്ട് കേട്ടോ. ഇവിടെ ഒരു കിങ് ബേക്കറിയിൽ കാണുന്ന തിരക്കാണ്. മസ്റ്റ് ബൈ ഇൻ ഹോങ്കോങ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട്. എന്തൊക്കെയോ അവരുടെ ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നല്ല മണം വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നല്ല നെയ്യോ ബട്ടറൊക്കെ ഇട്ടിട്ടുള്ള കുറേ ഐറ്റംസ് ആണ്. അയ്യോ, ഇവിടെ നിൽക്കുമ്പോൾ തന്നെ മണം സഹിക്കാൻ വയ്യ. അടിപൊളി മണം. നല്ല തിരക്കുണ്ട്. 1 മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വരും. മൂന്ന് മണിക്കൂറുണ്ടായി. ഇനി വേറെ 20 മിനിറ്റ് ഫ്ലൈറ്റ് പോകാറുള്ളൂ. ഇപ്പോൾ പറയുന്നു 61 1-ലാണെന്നുള്ളത്. ദൈവമേ, എത്ര നടക്കാണ്ട്. മിത്തു വിളിച്ച് പറയുകയാണ്, ഞങ്ങളവിടെ ഷോപ്പിങ്ങിന് പോയതല്ലേ. മിത്തു വിളിച്ച് പറഞ്ഞു, അമ്മ 61 1-ആയി, ആൾക്കാരൊക്കെ പോയി എന്ന്. തമ്പുരാനറിയാം ഫ്ലൈറ്റ് കിട്ടുമോ. അമ്മേ, അങ്ങനെ ഓടി ഓടി ഫൈനലി നമ്മൾ 1-ലെത്തി. ഇപ്പോൾ പറയാം കുറച്ച് നേരം എടുക്കും ബോർഡിങ്ങിന്. എൻ്റെ അമ്മേ, ഇന്നത്തെ കാലറി മുഴുവനെ അല്ലേ, ഇന്നൊരു 10,000 സ്റ്റെപ്സ് നടന്നിട്ടുണ്ടാവും. അപ്പോൾ ഗുഡ് നൈറ്റ്. ഇനി നമുക്ക് ജപ്പാനിലെത്തിയിട്ട് കാണാം. ഇപ്പോൾ ഇത്രയും സമയം. ഇപ്പം നാട്ടിലെ 12:45, ഇവിടുത്തെ 3:15 3:30. ഇവിടുത്തെ 8:30 അല്ലേ, 9 മണിക്കാണ് നമ്മളിനി ജപ്പാനിലെത്തുക കേട്ടോ. ഫൈനലി നമ്മൾ ജപ്പാൻ എത്തി. മോഷി മോഷി എന്താണ് പറഞ്ഞത്? മിത്തു പറയാൻ പറഞ്ഞത്. എന്തായാലും നമ്മളിപ്പോൾ എയർപോർട്ടിലെത്തി. ഇപ്പോൾ സമയം ഇവിടുത്തെ 9 മണി. നമ്മുടെ നാട്ടിലെ, എൻ്റെ വാച്ചിൽ നമ്മുടെ നാട്ടിലെ സമയം, നമ്മുടെ നാട്ടിൽ 5:20, അതായത് 5:30. അപ്പോൾ ഇവിടെ 9 മണിയായി. ഇനി നമ്മൾ ലഗേജ് എടുക്കുന്നു, ഒന്ന് വാഷ്റൂമിലൊക്കെ പോകുന്നു. നേരെ നമ്മൾ ഇന്ന് ഹോട്ടലിൽ. ഇന്ന് വേറെ ഒന്നുമില്ല, ഇന്ന് രാവിലെ പോകുന്നതാട്ടോ. ഒരു ഫുൾ ഡേ എന്ന് പറഞ്ഞ പോലെ എടുത്തു. തണുപ്പുണ്ട്. അങ്ങനെ ജപ്പാനിലെത്തി. നമ്മൾ ഇതാ പുറത്തേക്ക് എത്തി. ടെർമിനൽ 2-ൽ നിന്നും പുറത്തേക്ക് വന്നു. ഇവിടെ ട്രെയിൻ സർവീസ് ഉണ്ട്, ബസ് സർവീസ് ഉണ്ട്. നമ്മുടെ വണ്ടി ഇപ്പോൾ വരും. ഇതാ നിരന്നിങ്ങനെ വണ്ടികൾ കിടക്കുന്നുണ്ട്. ഇതിൽ നമ്മുടെ വണ്ടി 365 നമ്പറാണ്, 365ാമത്തെ നമ്പർ. എപ്പോഴാണ് വരിക അറിയില്ല. അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ. രാവിലെ ആൻഡ് ഈവനിങ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയൊരു ജാക്കറ്റ് ഇടേണ്ടി വരും എന്നുള്ളത്. അപ്പോൾ ഇത് ആക്ച്വലി സമ്മറാണ് എന്നിട്ട് പോലും. ആൻഡ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഗോൾഡൻ വീക്കാണ് ജപ്പാൻ്റെ. നമ്മൾ ലാൻഡ് ചെയ്ത ചുട്ടിയാണ് ഗോൾഡൻ വീക്ക് എന്നാ പറയാ. ഈ ഒരു May 1 to ആ ഫസ്റ്റ് വീക്ക്. സോ നമ്മൾ എത്തിയതും ഇതാ അങ്ങനെയാണ്. അപ്പോൾ ജപ്പാനിലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ മുതൽ കാണാം. എക്സൈറ്റഡ്, യെസ് അല്ലേ. അപ്പോൾ വേറൊന്നുമില്ല. ബൈ.